പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, മാർക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 35-ാം തിരുവചനം മുതൽ ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ. യഹൂദർക്കിടയിൽ പല സംശയങ്ങളും വരികയാണ്. ഇവൻ ആരുടെ പുത്രനാണ്? ഇവൻ ആരാണ്? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദി ടൈം എന്ന മാസികയുടെ തലക്കെട്ടിൽ യേശു ക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് അതിൻ്റെ അടിയിൽ ഒരു വരി ഇങ്ങനെ എഴുതി, ഹൂ വാസ് ജീസസ്. അന്നും പിറ്റേ ദിവസവുമായി ഏകദേശം 1000-ഓളം കത്തുകൾ ആ ടൈം മാസികയുടെ ഓഫീസിലേക്ക് ചെന്നു. ആ കത്തുകളുടെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഹൂ വാസ് ജീസസ് എന്നല്ല എഴുതേണ്ടിയിരുന്നത്, ഹൂ ഈസ് ജീസസ് എന്നാണ് എഴുതേണ്ടിയിരുന്നത്. സ്നേഹമുള്ളവരെ, അതെ, ഈശോ ജീവിച്ച് മൺമറഞ്ഞു പോയൊരു വ്യക്തിയല്ല, ഇന്നും ജീവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഹൂ ഈസ് ജീസസ്. ആരാണ് ഈശോ? ഇന്നും ജീവിക്കുന്നവൻ. പത്രോസ്ലീഹയോട് ഈശോ ചോദിച്ചു, ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? പത്രോസ്ലീഹ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇന്നും ജീവിക്കുന്ന കർത്താവിൽ നാം വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്കും ജീവിക്കാൻ സാധിക്കും. കാരണം ജീവനുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. ആമേൻ.